ഹായ്, ഏസൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടണം, നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവണം എന്നുള്ളതൊക്കെ. അതായത് നമ്മളെക്കുറിച്ച് നല്ലത് അവർ ചിന്തിക്കണം, നമ്മളെ ഒരുപാട് അവർക്ക് ഇഷ്ടമായിരിക്കണം, മറ്റുള്ളവരോട് നമ്മളെക്കുറിച്ച് നല്ലത് പറയണം എന്നുള്ളതൊക്കെ ആഗ്രഹം ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളൊരാളെ കാണുന്ന സമയത്ത് ഭയങ്കര ദേഷ്യമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര റഷായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല, സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറ്റുള്ള ആളുകൾക്ക് നമ്മളോട് ഒരു ഇഷ്ടം തോന്നും. അതായത് നമ്മൾ എന്തൊക്കെയോ നല്ലൊരു പേഴ്സൺ ആണ് എന്നുള്ളൊരു ചിന്തയൊക്കെ ഒരു അട്രാക്ഷൻ തോന്നും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അവരുടെ പേര് എടുത്തെടുത്ത് പറഞ്ഞ് സംസാരിക്കാം. ഇത് ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ ചെയ്ത് നോക്കാം. അതായത് ഒരാളെ കാണുമ്പോൾ എടാ എടി എന്ന് വിളിക്കുന്നത് വളരെ മോശമാണെന്നേ പറയുന്നില്ല, എങ്കിലും ചിലർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ എടി എന്ന് വിളിക്കുമ്പോൾ പലർക്കും അത് ഇഷ്ടാവില്ല, എടാന്ന് വിളിക്കുമ്പോൾ ഇഷ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പേര് വിളിച്ച് സംസാരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് സ്നേഹ എന്നാണ്. അപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സ്നേഹ നീ ഇപ്പം എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ ഇപ്പം എവിടെയാണുള്ളത് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ചോദിക്കാം. അപ്പോൾ അങ്ങനെ പേരെടുത്ത് സംസാരിക്കുമ്പോൾ, അതായത് സ്നേഹ നീ എവിടെയാണുള്ളത്, സ്നേഹ നീ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയാണ്. അതായത് പേര് എടുത്ത് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ചിന്തയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പേരെടുത്ത് വിളിക്കുമ്പോൾ ആളുടെ ഫുൾ കോൺസെൻട്രേഷൻ ഇതിലേക്ക് വരും. അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും അതിലൂടെ തന്നെ ഇങ്ങനെ പേരെടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളോടുള്ള ഒരു വിശ്വാസം അവിടെ കൂടുതലായിട്ട് വരിക ചെയ്യാം. മാത്രമല്ല പേരെടുത്ത് സംസാരിക്കുമ്പോൾ അട്രാക്ഷൻ തോന്നും എന്നുള്ളതാണ് പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന സമയത്ത് പേര് എടുത്ത് പറഞ്ഞ് സംസാരിക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, 4 ആൾ കൂടി നിൽക്കുമ്പോൾ അവരെക്കുറിച്ച് നല്ലൊരു കോംപ്ലിമെന്റ് കൊടുക്കുക. അതായത് കുറച്ച് ആളുകൾ ഉണ്ടാവുന്ന സ്ഥലത്ത് വെച്ച് നമ്മളെ ഒരാൾ വളരെ നല്ല രീതിയിൽ പുകഴ്ത്തി പറഞ്ഞു, ഇല്ലെങ്കിൽ നന്നായിട്ട് നമ്മളോട് മീൻസ് നമ്മളെക്കുറിച്ച് തന്നെ വളരെ പോസിറ്റീവായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അഭിമാനമായിരിക്കില്ല നമ്മളെക്കുറിച്ച്. ബിക്കോസ് 4 ആൾ കേൾക്കുകയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരാളോട് ഭയങ്കര ഇഷ്ടവും തോന്നും. ഓ, ഇയാൾ കാരണം കുറച്ച് ആളുകളുടെ മുമ്പിൽ ഞാൻ പൊങ്ങി, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ എല്ലാ ആളുകൾക്കും ഇത് തന്നെയാണ് സംഭവം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആരാണോ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവണം നമ്മൾ ആഗ്രഹിക്കുന്നത് അവരെ 4 ആൾ കൂടി നിൽക്കുമ്പോൾ പോസിറ്റീവായ രീതിയിൽ നല്ലൊരു കോംപ്ലിമെന്റ് കൊടുത്തുകൊണ്ട് സംസാരിക്കുക. ഇത് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം കൂടുതലാക്കാൻ കാരണമാകും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചിലർക്ക് ഭയങ്കര മടിയാണ്, ഓ 4 ആളുടെ മുമ്പിൽ വെച്ച് ഞാൻ കോംപ്ലിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആള് കുറച്ച് പൊന്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ല. അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞു നോക്കൂ. നമ്മൾ ഒരാൾക്ക് കോംപ്ലിമെന്റ് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അത് അവർക്ക് സന്തോഷമാവുന്നുണ്ടെങ്കിൽ അതന്നെയല്ലേ വലിയ കാര്യം. അപ്പോൾ ഒരു നല്ല കോംപ്ലിമെന്റ് കൊടുക്കാൻ ശ്രമിച്ചു നോക്കാം. അതിന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടറിയും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ നന്നായി ചിരിച്ചിട്ടും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടും സംസാരിക്കാൻ ശ്രമിക്കുക. സ്മൈലോട് കൂടി സംസാരിക്കുക. നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ ആളുടെ ഫേസ് എപ്പോഴും സ്മൈൽ ചെയ്തിട്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ആളുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. അതേപോലെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ ഒരു വിശ്വാസം അവിടെ ഉണ്ടായി വരികയാണ് ചെയ്യുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടുപേർക്കിടയിലുള്ള ഒരു ബോണ്ട് കുറച്ചുകൂടി ഒന്ന് കൂടി വരും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് സംസാരിക്കുമ്പോൾ. നിങ്ങൾ എന്തായാലും ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് സത്യസന്ധമായിട്ടാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതിലൂടെയാണ് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ആള് വിശ്വസിക്കുക. സോ അതുകൊണ്ട് തന്നെ ഐ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് ചെറിയൊരു സ്മൈലോട് കൂടി ചിരിയോട് കൂടിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പം നിങ്ങൾ ഒരാൾ സംസാരിച്ചിരിക്കുമ്പോൾ നല്ല ലിസണറായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ പറയുക, അവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ അവർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് അവരിപ്പോൾ ഇങ്ങനെ അവരുടെ ലൈഫിനെ കുറിച്ചൊരു കഥ അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഇടയ്ക്ക് അപ്പോൾ അവരെന്താ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ അപ്പോൾ അന്ന് അങ്ങനെ ഉണ്ടായില്ല, അപ്പോൾ എന്നിട്ട് എന്താ ഉണ്ടായെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അവർ പറയുന്ന കാര്യത്തിൽ അത്രയും അധികം ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് എന്നൊരു തോന്നൽ അവർക്ക് വരും. അപ്പോൾ സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്യും. നിങ്ങളോടുള്ള ഇഷ്ടവും ആ ഒരു കണക്ഷനും ഒക്കെ അവിടെ കൂടുതലായിട്ട് വരും. സാധാരണ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ സന്തോഷമാണ്. സോ ലിസണർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, അവർ പിന്നെയും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ഓടി വരും എന്നുള്ളത്. എല്ലാ ആളുകളും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നല്ല കേൾവിക്കാരനായിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി 5ാമത് പോയിന്റ് എന്ന് പറയുന്നത്, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നാൽ അതിന് നന്ദി പറയുക എന്നുള്ളതാണ്. ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ പോലും അതിന് നന്ദി പറയാൻ ശ്രമിക്കുക, താങ്ക് യു പറയുക. അതിപ്പോൾ ചിലപ്പോൾ കുഞ്ഞൊരു കാര്യമായിരിക്കും, ചിലപ്പോൾ വലിയൊരു കാര്യമായിരിക്കും, നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പേഴ്സൺ ആയിരിക്കാം. ആരാണെന്നുണ്ടെങ്കിലും
നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു തന്നു കഴിഞ്ഞാൽ നന്ദി പ്രകടിപ്പിക്കണം. നമ്മളങ്ങനെ നന്ദി പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി അവർക്ക് ഫീൽ ചെയ്യും. മാത്രമല്ല ഇങ്ങനെ നന്ദി പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കേട്ടോ. അത് അവരെ നമ്മളിലേക്ക് കുറച്ചുകൂടി ഒന്ന് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക എന്നുള്ളത്. വളരെ നല്ലൊരു സ്വഭാവം ഉള്ളൊരു പേഴ്സണാണ് നിങ്ങൾ എന്നുള്ളത് അവർക്ക് തോന്നും. അപ്പൊ ആ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ അതിന് നന്ദി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. താങ്ക് യു എന്നുള്ളത് പറയാം. അത് കുഞ്ഞൊരു വേർഡല്ലേ. ഈ ഒരു കുഞ്ഞു വേർഡിന് വലിയ മാജിക് ഉണ്ട്. മറ്റുള്ളവരെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള വലിയൊരു മാജിക് ഈ ഒരു വേർഡിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആരിലൊക്കെ ചെയ്തു തരും ഒരു നന്ദി പ്രകടനം നല്ലതാണ്. ഇനി ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നുണ പറയാതിരിക്കുക. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ചുമ്മാ പേരിന് പറയും ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറയും. അവർ കാത്തിരിക്കും, നമ്മൾ ചെയ്തു കൊടുക്കില്ല. ആ ഒരൊറ്റ കാര്യം മതി അവർക്ക് നമ്മളോടുള്ള വിശ്വാസം ഇല്ലാതാവാനായിട്ട്. സോ ഈ ഒരു വിശ്വാസം നേടിയെടുക്കാന്ന് പറയുന്നത് ചിലപ്പോൾ വർഷങ്ങളോളം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അതില്ലാണ്ടാക്കാനുണ്ടല്ലോ ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് പറ്റുമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത വിശ്വാസം പെട്ടെന്ന് ഈസി ആയിട്ട് നഷ്ടപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കരുത്. അതുകൊണ്ട് തന്നെ വിശ്വാസം എപ്പോഴും കൂടെ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. നുണയൊന്നും അധികം പറയാതിരിക്കുക. വലിയ വലിയ രീതിയിലുള്ള നുണകൾ പറയരുത്. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ്. പിന്നെ അവർക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല, വിശ്വാസം ഇല്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. എപ്പോഴും ഒരു നല്ലൊരു ഗുഡ് മൂഡിലൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക, പോസിറ്റീവ് എനർജിയിലൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ ചുറ്റുള്ള ആളുകൾ ആരൊക്കെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്റ്റഡ് ആവും എന്നുള്ളത് ഉറപ്പാണ്. അതായത് നിങ്ങളെക്കുറിച്ച് നല്ലൊരു ചിന്തയായിരിക്കും അവരുടെ മനസ്സിലുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അതായത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് ചിന്തിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. ഉറപ്പായിട്ടും മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിലും അവർ പറയുന്നതിലും ഒക്കെ ഒരു പോസിറ്റീവായ രീതിയിലുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.